പാലക്കാട് കനത്ത മഴ തുടരുകയാണ്. ഭാരതപ്പുഴയുടെ കൈവഴിയായ കൊടുമ്പുപുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. തത്സമയം ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇന്നലെ മാത്രം 48 വീടുകളാണ് തകർന്നത്. അതിൽ 47 ഭാഗികമായും ഒരെണ്ണം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കനത്ത മഴ തുടരുകയാണ്. അതിൻ്റെ നേർസാക്ഷ്യമാണ് ഭാരതപ്പുഴയുടെ കൈവഴിയായ കൊടുമ്പ് പാലത്തിന് സമീപമുള്ള ദൃശ്യങ്ങളാണ്. കൊടുമ്പുപുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. കുത്തൊഴുക്ക് വല്ലാതെ തോതിൽ കൂടിയിരിക്കുന്നു. ഇന്നലെ ഇത്രമാത്രം വെള്ളം ഉണ്ടായിരുന്നില്ല ഈ പ്രദേശത്ത്. പക്ഷേ ശക്തമായ മഴ മലയോര മേഖലയിൽ, വനത്തിൽ, മലമ്പുഴ പ്രദേശങ്ങളിലൊക്കെ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ കുത്തൊഴുക്കാണ്. ആ കുത്തൊഴുക്കിൻ്റെ ദൃശ്യങ്ങളാണ് ക്യാമറമാൻ രാജീവ് സുദേവ് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുന്നത്. ഇത് തന്നെയാണ് മറ്റു പുഴകളുടെയും അവസ്ഥ. ഭവാനിപ്പുഴ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുന്തിപ്പുഴ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ പുഴകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പുഴയിലേക്ക് ഇറങ്ങരുത് അല്ലെങ്കിൽ എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ടും ആളുകളൊക്കെ ഈ പ്രദേശത്തേക്ക് ഇറങ്ങുകയും മീൻ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവായിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഈ ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും SKN ശക്തമായ മഴ ഇന്നും പ്രവചിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ടാണ്. അട്ടപ്പാടി അടക്കമുള്ള, നെല്ലിയാമ്പതി അടക്കമുള്ള മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീടുകൾക്ക് മേലേക്ക് മരം വീഴുന്ന സംഭവങ്ങൾ പതിവായി മാറിയിരിക്കുകയാണ്. എന്തായാലും ജാഗ്രത വേണമെന്നാണ് ഇതിനകം തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ആളുകൾക്ക് ഇന്നലെ പാലക്കാട് നഗരത്തിലെ കടുക്കാങ്കുന്നം അല്ലെങ്കിൽ പ്രദേശം നഗര മധ്യത്തിൽ തന്നെയാണ് ഒരു വീട് പൂർണ്ണമായി തകർന്ന് അതിൽ 2 പേർക്ക്, വാടകയ്ക്ക് താമസിക്കുകയായിരുന്നതിൽ 2 പേർക്ക്, അമ്മയ്ക്കും മകൾക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള വീടുകളിൽ നിന്നൊക്കെ മാറി താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊറ്റശ്ശേരിയിൽ 2 കുടുംബങ്ങളെ ഇപ്പോൾ ഇതിനകം തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പ്, പൊറ്റശ്ശേരി HSS-ൽ ദുരിതാശ്വാസ ക്യാമ്പ് ഇതിനകം തന്നെ തുറന്നു കഴിഞ്ഞു. SKN.